നല്ല നാടൻ താറാവ് വെച്ചോ, വയറ് നിറച്ച് കഴിക്കും. മാത്യു, എന്തോ ജോണിനെ കണ്ടില്ലല്ലോ. ഇതങ്ങോട്ട് വെച്ചോ. അവൻ്റെ കാര്യമൊന്നും പറയണ്ടച്ചോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ 2 പെമ്മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവൻ്റെ പേരാരെങ്കിലും പറഞ്ഞാൽ തന്നെ എൻ്റെ ഉള്ള മൂടും പോകും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ജെസ്സി നിൽക്കണ കണ്ടില്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. അതിപ്പോൾ അവൾ കേട്ടാലെന്താ? അവളൊരു പാവമായതുകൊണ്ടല്ലേ അവനെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ പണ്ട് ഡിവോഴ്സ് വാങ്ങി വീട്ടിൽ പോയനെ. ദൈവമേ, ഞാൻ ചോദിച്ചത് കുടുങ്ങി. മാത്യു, എല്ലാം ശരിയാവും. ഓ, അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലച്ചോ. ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എടുത്തില്ല. എന്തൊരു എനിക്കെന്ത് തിരക്ക്? ജോണിനല്ലേ തിരക്ക്. കുറച്ച് പ്രശ്നത്തിലായി പോയി. എന്താ അവിടെ കാര്യങ്ങൾ? എല്ലാം ഓക്കെ ആയോ? ഞാൻ എത്ര തവണ വിളിച്ചു? ഒരു തവണയെങ്കിലും ഫോൺ എടുത്തൂടെ? അത് ജീപ്പിലായി പോയി. അതെടുക്കാൻ പറ്റായിരുന്നു. അപ്പം നല്ല ദേഷ്യത്തില. അപ്പൊ ഇന്നത്തെ ദിവസം തീരുമാനമായി. ഇപ്പൊ എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ വരാം. ശരി. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നാളെ രാവിലെ പള്ളിയിൽ വന്നാൽ മതിയായിരുന്നല്ലോ. എടാ, നിനക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു പെങ്ങളുടെ മധുരം വെപ്പിന് ആങ്ങള കയറി വരുന്ന സമയം കണ്ടില്ലേ? ഒന്ന് പതുക്കെ പറയേ, പിള്ളേരൊക്കെ എഴുന്നേക്കും. ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളായ ഒരു അനുസരണ വേണ്ടേ? ഇതിപ്പോ എന്റെ തൊണ്ടല്ലേ വെള്ളം പറ്റാന്നല്ലാതെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വല്ലം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാ. രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. മോളെ, ചെന്ന് വിളമ്പി കൊടുക്ക. നീ ഒരൊറ്റ ആളാണ് പിന്നെ വഷളാക്കുന്നത്. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എടുത്തു ഞാൻ പോരും. സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ ലൂത്തർ എത്തിയില്ലേ? ഓ, ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി. ഓ, അവിടെ അച്ഛനും മോനും തമ്മിൽ ബഹളം വെക്കുമ്പോൾ നല്ല സുഖമാണല്ലോ ഉറങ്ങാൻ. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ആഹാ, കയ്യിലെന്തൊരു കെട്ടൊക്കെ. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഇതൊന്നും പറഞ്ഞ നീ കിടന്ന രാവിലെ എണീക്കാൻ. അതെ, രാവിലെ 5 മണിക്ക് എന്നെ ഒന്ന് പനമ്പള്ളി കൊണ്ടാക്കണേ. എന്തിന്? എനിക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. ശരി, കൊണ്ടോ. കിടന്നോ. ചേട്ടാ. ഓ, നീ നിർത്താറായില്ലേ? കല്യാണം കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അത് ചേട്ടൻ അങ്ങോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി അതും കുത്തിക്കൊണ്ടിരിക്കേണ്ട കിടക്കാൻ നോക്ക്. ശരി. എന്തായി? ഉറങ്ങിയ? ദേഷ്യത്തില? ഞാൻ ദേഷ്യത്തിലൊന്നല്ല. അധികം ബലം പ്രയോഗിക്കണ്ട. കൈമുറിഞ്ഞിരിക്കല്ലേ. ഓ, അതൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. മര്യാദക്ക് കിടക്കാൻ നോക്ക്.